ബിഗ് ബോസ് മലയാളം സീസൺ 7-ലെ ഏറ്റവും എന്റർടൈനിംഗ് മത്സരാർത്ഥിയിൽ ഒരാളാണ് ഫാഷനും കൊറിയോഗ്രാഫറുമായ നെവിൻ പ്രേക്ഷകർ വിലയിരുത്തുന്നത്. രസകരമായ ടാസ്ക് ചെയ്യുന്നതും അവസരോചിതമായി കൗണ്ടർ പറയുന്നതിനും മുന്നിലാണ് നെവിൻ. ആ ഗുണങ്ങൾ തന്നെയാണ് പ്രേക്ഷകർ നെവിനെ ഇഷ്ടപ്പെടാൻ കാരണമായതും. എന്നാൽ നെവിൻ ഹൗസിൽ എത്തിയപ്പോഴും മുതൽ പ്രേക്ഷകർക്കിടയിലും ഹൗസിലെ ചില മത്സരാർത്ഥികൾ നെവിൻ്റെ സെക്ഷ്വാലിറ്റി ചർച്ചാ വിഷയമായിരുന്നു. ഈ ബിഗ് ബോസ് സീസൺ ഒരു ട്രാൻസ്ജെൻഡർ കണ്ടന്റ് ഇല്ല. കമ്മ്യൂണിറ്റി റെപ്രസെന്റ് ചെയ്ത് ലഭിസിയും കപ്പൽ ആതിരെ നൂറെ മാത്രമാണ് ഇപ്പോൾ ഹൗസിലുള്ളത്. മുമ്പുള്ള സീസണിൽ നാദിറ മൊഹറൻ, ജാൻമണി, അഞ്ജലി തുടങ്ങിയവരെല്ലാം ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി പ്രതിനിധീകരിച്ച് മത്സരിച്ചിരുന്നു. അതുകൊണ്ട് കൂടി തന്നെയാണ് ഈ സീസണിൽ മത്സരാർത്ഥി പല പ്രേക്ഷകർക്കും ചില കൺഫ്യൂഷൻ ഉണ്ടായത്. നെവിൻ ആ മത്സരാർത്ഥി. നെവിൻ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്നതാണോ? പുള്ളിയുടെ സെക്ഷ്വാലിറ്റി എന്താണ് എന്നതുമായി ബന്ധപ്പെട്ടതെല്ലാം നിരവധി ചോദ്യങ്ങൾ പ്രേക്ഷകരിൽ നിന്ന് ഉയരുന്നുമുണ്ട്. നെവിൻ്റെ സംസാരത്തിലും നടത്തവും എല്ലാം കണ്ടാണ് പ്രേക്ഷകർ ഇങ്ങനൊരു സംശയം വന്നതും. ഇതുമായി ബന്ധപ്പെട്ട് നെവിൻ തന്നെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ചിട്ടുണ്ട്. നെവിൻ്റെ നടത്തത്തിൻ്റെ സ്ത്രീധനത ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത്. പ്രെഡിക്ഷൻ ലിസ്റ്റിൽ പേര് വന്നപ്പോൾ തന്നെ തൻ്റെ സെക്ഷ്വാലിറ്റി ചർച്ചയാണെന്ന് മനസ്സിലാക്കി നെവിൻ അതിന് വിശദീകരണമായി ഇൻസ്റ്റാഗ്രാം ഹൗസിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് വീഡിയോ ചെയ്തത്. യൂട്യൂബേഴ്സ് പഠിച്ചുവിട്ട ചില വീഡിയോകൾ ഞാൻ കണ്ടിരുന്നു. LGBT കമ്മ്യൂണിറ്റിയുമായി എന്നെ ബന്ധപ്പെടുത്താനുള്ള ആ വീഡിയോകൾ. ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഞാൻ LGBTQ+ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളാണെന്ന്. അതുപോലെ ആ കമ്മ്യൂണിറ്റിക്ക് എതിരായി ഞാൻ എവിടെയും ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എൻ്റെ സെക്ഷ്വാലിറ്റി എന്താണെന്ന് തീരുമാനിക്കാൻ യൂട്യൂബേഴ്സ് അല്ല. അത് എൻ്റെ മാത്രം പേഴ്സണൽ കാര്യമാണ്. സ്ത്രീയുടെ വീഡിയോ ചെയ്യുന്നതെന്ന് കരുതി എനിക്ക് LGBT+ കമ്മ്യൂണിറ്റിയിൽ നിന്നും വരുന്നതെന്ന് അർത്ഥമില്ല. അങ്ങനെ പറയാൻ ആർക്കും ആ അധികാരവുമല്ല. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ലാലേട്ടൻ ആഭരണങ്ങൾ അണിഞ്ഞ് അർദ്ധനാരീശ്വരി കോൺസെർട്ടിൽ പരസ്യം ചെയ്തുവല്ലോ. അതിൻ്റെ പേരിൽ അദ്ദേഹം LGBTQ+ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്നതാണെന്ന് ആരെങ്കിലും പറയുമോ? അതുപോലെ തന്നെ ദിലീപേട്ടൻ, മായാമോഹിനി, ചാന്തുപൊട്ട് തുടങ്ങിയ സിനിമകളിലെ സീനുകൾ ഞാൻ ചെയ്തു എന്ന് കരുതി LGBT+ കമ്മ്യൂണിറ്റിയിൽ ആരെങ്കിലും മെൻഷൻ ചെയ്യാറുണ്ടോ? ഇതൊരു കൺസെപ്റ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ LGBTQ+ കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്, ഗേ ആണോ എന്നൊന്നും ആളുകൾ തീരുമാനിക്കണ്ട. എഡ്യൂക്കേറ്റഡ് ആണെന്നല്ലേ മലയാളികൾ. ഫെമിനിസത്തിന് മാനസമുണ്ടെന്ന് കരുതി അവർ അങ്ങനെ ആക്കണമില്ല. പുരുഷനെപ്പോലെ എല്ലാം ചെയ്യുന്നുവെന്ന് കരുതി അയാൾ പൂർണ്ണത എത്തിയെന്ന് സ്ട്രെയിറ്റ് ആണെന്നും പറയാൻ കഴിയില്ല. യുവർ ബ്രെയിൻ ഈസ് എന്നാണ് നെവിൻ പറഞ്ഞു നിർത്തിയത്.